നമസ്കാരം. അടുത്തയാഴ്ച ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. 2024 നവംബറിലെ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ 2025 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി മോദി ട്രംപിനെ സന്ദർശിച്ചതിന് ശേഷം ഇരു നേതാക്കളും തമ്മിൽ നേരിട്ട് നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ക്ഷണം സ്വീകരിച്ച് ജൂൺ 16-17 തീയതികളിലാണ് പ്രധാനമന്ത്രി മോദി G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഉച്ചകോടിക്കിടെ അദ്ദേഹം G7 നേതാക്കൾ, പങ്കാളിത്ത രാജ്യങ്ങൾ, അന്താരാഷ്ട്ര സംഘടനകൾ എന്നിവരുമായി ആഗോള പങ്കാളിത്തം, സുസ്ഥിര സാമ്പത്തിക വളർച്ച, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സുരക്ഷിതമായ ഉപയോഗം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തും. ഇരു നേതാക്കളുടെയും കഴിഞ്ഞ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പല മേഖലകളിലും ഇന്ത്യ-US ബന്ധത്തിൽ കടുത്ത അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരുന്നു. ഇന്ത്യൻ കയറ്റുമതികൾക്ക് മേൽ വാഷിംഗ്ടൺ കനത്ത നികുതികൾ ചുമത്തിയതും 2025 മെയ് മാസത്തിലെ ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷം പരിഹരിക്കാൻ താൻ സഹായിച്ചുവെന്ന ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങളും ഇന്ത്യ ശക്തമായി നിഷേധിച്ചിരുന്നു. എന്നാലും അമേരിക്കയുടെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങളും റഷ്യയുമായുള്ള ഇന്ത്യയുടെ എണ്ണ വ്യാപാരവുമെല്ലാം ഈ അസ്വാരസ്യങ്ങൾക്ക് കാരണമായിരുന്നു. ഈ ഘട്ടത്തിൽ തന്നെയാണ് ഇറാൻ യുദ്ധത്തെ തുടർന്ന് വർദ്ധിച്ചു വരുന്ന കടുത്ത സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ചർച്ചകൾ നടക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. ഈ യുദ്ധം ഇന്ത്യക്ക് വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊപ്പം ഒമാൻ തീരത്ത് ഇന്ത്യൻ നാവികരുമായി പോയ നിരവധി എണ്ണക്കപ്പലുകൾക്ക് നേരെ അടുത്തിടെ US നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിരുന്നു. പലാവു പതാക ഘടിപ്പിച്ച സെറ്റബെല്ലോ എന്ന ടാങ്കറിന് നേരെയുണ്ടായ ഇത്തരമൊരു ആക്രമണത്തിൽ കപ്പലിലുണ്ടായിരുന്ന 3 ഇന്ത്യൻ നാവികരാണ് കൊല്ലപ്പെട്ടത്. നാവികരുടെ മരണത്തെ തുടർന്ന് ന്യൂഡൽഹി വാഷിംഗ്ടണിനോട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും US ചാർജ് ഡി അഫയേഴ്സിനെ നേരിട്ട് വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. സിവിലിയൻ കപ്പലുകൾക്ക് നേരെ മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നതിനുള്ള കടുത്ത ആശങ്ക വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അന്താരാഷ്ട്ര സമുദ്ര വ്യാപാരത്തിന്റെയും സുരക്ഷയും സ്ഥിരതയും തകർക്കുമെന്നും ഇന്ത്യ കൃത്യമായി നിലപാട് പറഞ്ഞിരുന്നു. എന്നാൽ ഈ US ആക്രമണങ്ങളെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യായീകരിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി നടത്തിയ സംഭാഷണത്തിൽ ഹോർമോസ് കടലിടുക്കിലെ തങ്ങളുടെ ഉപരോധം ലംഘിക്കുന്ന ഒരു നീക്കവും വാഷിംഗ്ടൺ വെച്ച് പൊറുപ്പിക്കില്ലെന്നാണ് റൂബിയോ വ്യക്തമാക്കിയത്. എന്നാലും G7 ഉച്ചകോടിയിൽ US ഇറാൻ യുദ്ധത്തെ തുടർന്ന് തടസ്സപ്പെട്ട ഹോർമൂസ് കടലിടുക്കിലെ മൈനുകൾ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് ട്രംപ് സഖ്യകക്ഷികളുമായി ചർച്ച നടത്തും. യുദ്ധത്തിന് താൽക്കാലിക ശമനം ഉണ്ടായാൽ ഈ ദൗത്യത്തിൽ പങ്കാളികളാകാൻ ബ്രിട്ടനും ഫ്രാൻസും താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇറാൻ സമ്മതിക്കുകയാണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്ന ഒരു വലിയ ഒത്തുതീർപ്പിൽ എത്തിച്ചേർന്നതായി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കരാർ ഇന്ന് ഒപ്പുവെക്കുമെന്നാണ് ട്രംപിന്റെ അവകാശവാദം. എന്നാൽ ഞായറാഴ്ച കരാറുകൾ ഒന്നും തന്നെ ഒപ്പുവെക്കില്ല എന്ന് ഇറാനും പറയുന്നുണ്ട്. എന്തായാലും മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് ആ കാര്യത്തിൽ വ്യക്തത വരും. കരാർ ഒപ്പുവെക്കുന്നതോടെ ഹോർമൂസ് കടലിടുക്ക് ഔദ്യോഗികമായി വീണ്ടും തുറക്കുമെന്ന പ്രത്യാശ മാത്രമാണ് നമുക്കുള്ളത്. യൂറോപ്പിൽ വെച്ച് നടന്നേക്കാവുന്ന ചടങ്ങിൽ ട്രംപിന് പകരം US വൈസ് പ്രസിഡന്റ് JD വാൻസ് ആയിരിക്കും പങ്കെടുക്കുക. ഇറാന്റെ പ്രധാന എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന ഭീഷണികൾ നിലനിൽക്കുകയാണിത്. ഉന്നതതല ചർച്ചകളുടെ ഫലമായി സൈനിക നീക്കങ്ങൾ തൽക്കാലം നിർത്തിവെക്കാൻ US തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ കരാർ പൂർത്തിയാകുന്നതുവരെ കടലിടുക്കിലെ US നാവികസേന ഉപരോധവും തുടരും.